വിഭാഗീയത രൂക്ഷമായ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്കെതിരെ സംസ്ഥാന നേതൃത്വം കൂടുതൽ നടപടികളിലേക്ക് നീങ്ങാനാണ് സാധ്യത. നേതാക്കൾക്കെതിരെയും വിമതർക്കെതിരെയും കടുത്ത നടപടി ഉണ്ടായേക്കും. അതേസമയം CPM ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടതിനെ തുടർന്ന് രൂപീകരിച്ച 7-അംഗ അഡ്ഹോക്ക് കമ്മിറ്റി ഇന്ന് ചുമതലയേൽക്കും. ദിലീപ് ദേവസ്യ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ദിലീപ് ദേവസ്യ, വെരി ഗുഡ് മോർണിംഗ്. ഈ PR വസന്തന്റെ ഗ്രൂപ്പും സൂസൻ കോടി ഗ്രൂപ്പും ഇതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട തർക്ക വിഷയമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അനുരണനങ്ങളാണ് ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ചിലൊക്കെ നമ്മൾ കണ്ടത്. ഇപ്പോൾ ഒരു ഏരിയ കമ്മിറ്റി തന്നെ പിരിച്ചുവിടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അഡ്ഹോക്ക് കമ്മിറ്റി ഇന്ന് പ്രവർത്തിച്ചു തുടങ്ങും. സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്നത് ഈ കൊല്ലം ജില്ലയിലാണ്. വളരെ കരുതലോടുകൂടിയാണ് സംസ്ഥാന നേതൃത്വം ഈ കരുനാഗപ്പള്ളി വിഷയത്തിൽ ഇടപെടുന്നത്, അല്ലേ ദിലീപ്? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. പണ്ടൊക്കെ നിലപാടുകളുടെ പേരിലായിരുന്നു വിഭാഗീയതയെങ്കിൽ ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ സമ്പന്നതയുടെ പേരിലാണ് വിഭാഗീയത ഉണ്ട്. അതായത് കരുനാഗപ്പള്ളിയാണ് കൊല്ലം ജില്ലയിലെ ഏറ്റവും സമ്പന്നമായ ഏരിയ കമ്മിറ്റി ഉള്ളത്. അതായത് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ 2 സ്കൂളുകളും പിന്നെ കോടികളുടെ ബിസിനസ് നടത്തുന്ന സഹകരണ പ്രസ്ഥാനങ്ങളുമുണ്ട്. ഇതിൻ്റെയൊക്കെ ചുക്കാൻ പിടിക്കുന്നതിന് വേണ്ടി 2 വിഭാഗം ആളുകൾ ചേർന്നുള്ള ചേരിപ്പോരാണ് ഇപ്പോൾ പുറത്തേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ ഒരു സംസ്ഥാന സമിതി അംഗവും മറ്റ് ജില്ലാ കമ്മിറ്റി അംഗവും തമ്മിലുള്ള വാക്പോരുകളും തർക്കങ്ങളും വിഭാഗീയതയും എല്ലാം തന്നെ പിന്നെ മറ്റു പ്രവർത്തകരടക്കം ഏറ്റുപിടിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എടുത്തു പറയേണ്ട കാര്യങ്ങൾ, ഏരിയ കമ്മിറ്റി കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടപ്പോൾ രൂപീകരിച്ച ഹഡ്കോട്ട് കമ്മിറ്റിയിൽ ആരും തന്നെ കരുനാഗപ്പള്ളി ജില്ലാ കമ്മിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ കരുനാഗപ്പള്ളിയിലെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നുള്ള അംഗങ്ങളോ ഈ അഡ്ഹോക്ക് കമ്മിറ്റിയിൽ ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ടി മനോഹരൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ടി മനോഹരൻ്റെ നേതൃത്വത്തിലുള്ള 7-അംഗ സംഘമാണ് ഇന്ന് ചുമതലയേൽക്കുന്നത്. അവർ ആദ്യം തന്നെ നോക്കുക, ഈ പാർട്ടിയിൽ ഈ പരാതി പറഞ്ഞവർ, പ്രതിഷേധിച്ചവർ, ഇവർക്ക് പറയാനുള്ള കാര്യങ്ങളുടെ റിപ്പോർട്ടുകളാണ് തയ്യാറാക്കി സംസ്ഥാന നേതൃത്വത്തിന് നൽകുക. നേരത്തെ തന്നെ പറഞ്ഞത് ഇവർ പരാതിയായി ഉന്നയിച്ച ചില കാര്യങ്ങളുണ്ട്. നേതാക്കന്മാർ ബാർ മുതലാളിമാരായി നിൽക്കുന്ന ചേട്ടൻബാവയും അനിയൻബാവയും, നമ്മൾ ആ പോസ്റ്ററിൽ കണ്ടതാണ് ചേട്ടൻബാവയും അനിയൻബാവയും. അതുപോലെ തന്നെ കുറുവാ സംഘത്തിൻ്റെ പിടിയിലാണ് ഇവിടുത്തെ നേതൃത്വം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുകയും അണികൾക്ക് പറയാനുള്ള ഈ അണികൾ നമ്മളടുത്ത് ഈ വാർത്തയുടെ മുൻപിൽ തന്നെ മൈക്കിൻ്റെ മുന്നിൽ പറഞ്ഞത് ഞങ്ങൾക്ക് പാർട്ടി ഞങ്ങളുടെ ജീവനാണ്, പക്ഷേ നേതൃത്വമാണ് മാറേണ്ടത്. അത് എന്തുകൊണ്ടെന്ന് അതപ്പോൾ ഇനി നടപടി ഉണ്ടാകുകയാണെങ്കിൽ തന്നെ ഇതും കൂടെ കണക്കിലെടുക്കണം. പാർട്ടി നന്നാകാൻ വേണ്ടിയിട്ടാണ് ഒരു പക്ഷേ ഇവർ ഇങ്ങനെ പറഞ്ഞതെങ്കിൽ നേരത്തെ പരാതി ജില്ലാ കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട്. അത് പൂഴ്ത്തിവെച്ചതാണെങ്കിൽ അതിനടക്കമുള്ള നടപടികൾ ഉണ്ടാകുന്നത് ഈ അഡ്ഹോക്ക് കമ്മിറ്റിയുടെ അഡ്ഹോക്ക് കമ്മിറ്റി പരിശോധിച്ച റിപ്പോർട്ട് നോക്കിയതിന് ശേഷം ഈ ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള 10 ലോക്കൽ കമ്മിറ്റിയിൽ 7 ലോക്കൽ കമ്മിറ്റികളും ഇതുവരെ നടത്താൻ സാധിച്ചില്ല. ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങൾ ഇതുവരെ നടത്താൻ സാധിച്ചില്ല. ആകെ 3 മാത്രമാണ് കരുനാഗപ്പള്ളിയിൽ നടത്താൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ ഇവർ എടുത്തു പറഞ്ഞ സംസ്ഥാന നേതൃത്വം സെക്രട്ടറി അടക്കമുള്ള ഇന്നലെ പ്രത്യേക യോഗത്തിൽ അവർ പരാമർശിച്ച കാര്യങ്ങൾ ഈ ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള ലോക്കൽ കമ്മിറ്റികളെ നിയന്ത്രിക്കുന്നതിലും അത് കൊണ്ടുപോകുന്നതിലും ഇവർക്ക് വീഴ്ച പറ്റിയെന്നുള്ള ഒരു വിലയിരുത്തലാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഈ ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുകയും അഡ്ഹോക്ക് കമ്മിറ്റിക്ക് ചുമതല നൽകുകയും ചെയ്തത്. 3 മാസത്തിനകമായിരിക്കും ഇത് പുനഃസംഘടിപ്പിക്കുകയും ചെയ്യുക. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ ദിലീപ്, കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടുണ്ട് ഒരു പരിധിവരെ കരുനാഗപ്പള്ളിയിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. PR വസന്തനെ പ്രേക്ഷകർക്ക് അറിയായിരിക്കും. DYFIയുടെ പഴയ സ്റ്റേറ്റ് പ്രസിഡന്റാണ്, ഒരു മികച്ച സംഘാടകനാണ്. കൊല്ലം ജില്ലയിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനമൊക്കെ ഉണ്ടായിരുന്നു. VSന്റെ കാലത്ത് VSന്റെ പക്ഷക്കാരനായിരുന്നു. പിന്നീട് പിണറായി പക്ഷത്തേക്കൊക്കെ മാറേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ടായി. പക്ഷെ അപ്പോഴും PR വസന്തനെതിരെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിപ്പോൾ സൂസൻ കോടിയുടെ നേതൃത്വത്തിലാണ് കൊല്ലം ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. അതൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങളായിട്ട് മാറുന്നത്. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നു, നിങ്ങൾ ഈ പാർട്ടിക്കാർക്കിടയിലുള്ള കാര്യങ്ങളിൽ പറഞ്ഞെന്തിനാ തമ്മിലടിപ്പിക്കുന്നത്? ചാനലുകൾക്ക് രാഷ്ട്രീയക്കാരെ തമ്മിലടിപ്പിക്കാനാണോ താല്പര്യം എന്ന് കബീർ ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല കബീറെ, നോക്കൂ, CPMന്റെ പാർട്ടി പ്രവർത്തനത്തിൽ കേട്ടുകേൾവി ഇല്ലാത്ത ഒന്നാണ്. ഒരു ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള 10 ലോക്കൽ സമ്മേളനങ്ങളിൽ 7 എണ്ണം അലമ്പായി പോവുക, എന്നിട്ട് പോസ്റ്ററുകൾ വരിക, കുറുവാ സംഘമെന്ന് എഴുതി വയ്ക്കുക, പല നേതാക്കൾക്കുമെതിരെ പരസ്യമായിട്ട് ലൈംഗികാരോപണങ്ങൾ ഉന്നയിച്ചതും തട്ടിപ്പ്, അഴിമതി, ഇതൊക്കെ പുറത്ത് നമ്മളോടടക്കം ചാനലുകളോടും പുറത്ത് വിളിച്ചു പറയുക. അപ്പോൾ ഇതൊന്നും CPMൽ അങ്ങനെ കേട്ടുകേൾവി ഇല്ലാത്തതാണ്. അതാണ് എവിടെ സംഭവിക്കുന്നത്? കരുനാഗപ്പള്ളിയിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് അതിനകത്തൊരു വാർത്തയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ വാർത്തയ്ക്ക് പിന്നാലെ പോകുന്നത്. ആലപ്പുഴയിലുമുണ്ട് പ്രശ്നം. ആലപ്പുഴയിൽ ഒരു പാർട്ടി ഒരു വിഭാഗം നിൽക്കുന്നു, സുധാകരൻ മറുഭാഗത്ത് നിൽക്കുന്നു. അങ്ങ് പാലക്കാട്ടേക്ക് പോയ കൊഴിഞ്ഞാമ്പാറയിലുണ്ട് പ്രശ്നം. വിമത ഗ്രൂപ്പ് ഒരു സ്വന്തമായിട്ട് സമാന്തര പാർട്ടി ആഫീസ് തന്നെ തുടങ്ങി.